ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു വലിയ മാരത്തോൺ ഓടുകയാണ്. കിലോമീറ്ററുകൾ ഇങ്ങനെ ഓടിക്കഴിയുമ്പോൾ സ്വാഭാവികമായും എന്ത് സംഭവിക്കും? കാലുകൾ വല്ലാതെ കഴയ്ക്കും, ശ്വാസം മുട്ടും, ശരീരമാകെ അന്ന് തളരും, അല്ലേ? തീർച്ചയായും ആർക്കായാലും അങ്ങനെ സംഭവിക്കുമല്ലോ. അതെ. അപ്പൊ അവിടെ നിങ്ങൾ ഓട്ടം നിർത്തും, ഒരിടത്ത് ശാന്തമായി ഇരിക്കും, വെള്ളം കുടിക്കും, വിശ്രമിക്കും. കുറച്ചു കഴിയുമ്പോൾ ആ ക്ഷീണം അങ്ങ് മാറുകയും ചെയ്യും. ഇത് വളരെ ലളിതമായ കാര്യമാണ്. ശരിയാണ്. ശാരീരികമായ തളർച്ചയ്ക്ക് അങ്ങനെ ഒരു കൃത്യമായ പരിഹാരമുണ്ട്. നമ്മൾ എല്ലാവരും ചെയ്യുന്നത് അതാണ്. പക്ഷേ ജനിച്ച നാൾ മുതൽ ഇന്നുവരെ ഒരു നിമിഷം പോലും വിശ്രമിക്കാതെ ഓടിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മനസ്സിന്റെ കാര്യമോ? അത് ഒരിക്കലും ഓട്ടം നിർത്തുന്നില്ല. എപ്പോഴും എന്തെങ്കിലും ചിന്തിച്ചു കൂട്ടുക, ഭൂതകാലത്തെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുക, ഭാവി ഓർത്ത് ഉത്കണ്ഠപ്പെടുക. അങ്ങനെ നിർത്താതെ ഓടുന്ന ആ മനസ്സിനെ ഒന്ന് ശാന്തമാക്കുക എന്നത് ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ കാര്യമാണ്, അല്ലേ? അതെ, അത് വലിയൊരു വെല്ലുവിളി തന്നെയാണ്. അപ്പോ ഈ ഒരു ആഴത്തിലുള്ള വിശകലനത്തിലേക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വളരെ ആവേശത്തോടെ സ്വാഗതം ആശംസിക്കുകയാണ്. നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത് ഇൻഫിനിറ്റ് ലവ് മെഡിറ്റേഷൻ ക്ലബ് എന്ന യൂട്യൂബ് ചാനലിലെ പാപ്പാജിയുടെ ഹൂ ആം ഐ ഡീപ്പ് എൻക്വയറി എന്ന അതിപ്രശസ്തമായ വീഡിയോയിലെ ദർശനങ്ങളാണ്. മനുഷ്യന്റെ മനസ്സിനെ ശാന്തമാക്കുക എന്നത് ഇത്രയേറെ ബുദ്ധിമുട്ടായിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നും എന്നാൽ ഒരൊറ്റ ചോദ്യം കൊണ്ട് അതെങ്ങനെ അനായാസം സാധ്യമാക്കാമെന്നുമാണ് ഇന്നത്തെ ഈ ആഴത്തിലുള്ള വിശകലനത്തിലൂടെ നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത്. അതെ, ഒപ്പം ഈ അറിവ് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിലെ ആ വലിയ സമ്മർദ്ദങ്ങളിൽ എങ്ങനെ പ്രായോഗികമായി ഉപയോഗിക്കാമെന്നും നമ്മൾ മനസ്സിലാക്കും. കാരണം പാപ്പാജിയുടെ വാക്കുകളിൽ തന്നെ അതിനൊരു കൃത്യമായ ഉത്തരമുണ്ട്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ മനസ്സിനെ ഒന്ന് ശാന്തമാക്കാൻ കഴിഞ്ഞാൽ ആ നിമിഷം നിങ്ങൾ പൂർണ്ണമായും സ്വതന്ത്രനായി. അതൊരാളുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയുന്ന ഏറ്റവും സന്തോഷകരമായ അവസ്ഥയാണ്. ശരിയാണ്. പാപ്പാജി അദ്ദേഹത്തിന്റെ വീഡിയോയില് തന്റെ ഗുരുവിനെ കുറിച്ച് ഓർത്തെടുക്കുന്നുണ്ട്. അതായത് ചുറ്റും എന്ത് വലിയ കോലാഹലങ്ങൾ നടന്നാലും, എത്ര ആളുകൾ വന്ന് ബഹളം വെച്ചാലും അദ്ദേഹത്തിന്റെ ഗുരു എപ്പോഴും തികഞ്ഞ ശാന്തനായിരുന്നു. യാതൊന്നും അദ്ദേഹത്തിന്റെ ആ ആന്തരിക സമാധാനത്തെ ബാധിച്ചിരുന്നില്ല. അതൊരു വലിയ അത്ഭുതം തന്നെയാണ്. നമ്മളൊക്കെ ദിവസവും ഒരു ചെറിയ ട്രാഫിക് ബ്ലോക്കിൽ പെടുമ്പോഴോ അല്ലെങ്കിൽ ഫോണിലെ ഇന്റർനെറ്റ് കണക്ഷൻ ഒന്ന് പോകുമ്പോഴോ എത്രത്തോളം അസ്വസ്ഥരാകുന്നു എന്ന് ചിന്തിക്കുമ്പോഴാണ് ഈ ഒരു ശാന്തതയുടെ വില നമുക്ക് ശരിക്കും മനസ്സിലാവുന്നത്. അതെ, അത്രയും അചഞ്ചലമായ ഒരു മാനസികാവസ്ഥയിൽ എത്തുക എന്നത് നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് അസാധ്യമായി തോന്നും. നമ്മൾ സമാധാനം അന്വേഷിച്ച് പല വഴികളും തേടാറുണ്ടല്ലോ. പുസ്തകങ്ങൾ വായിക്കുന്നു, പലതരം പ്രഭാഷണങ്ങൾ കേൾക്കുന്നു, അല്ലെങ്കിൽ എന്താ പറയാ, ധ്യാന കേന്ദ്രങ്ങളിൽ പോകുന്നു. അതെ, നമ്മൾ എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ പാപ്പാജി പറയുന്നത് ഈ പറയുന്ന പുറമേ നിന്നുള്ള അറിവുകൾ കൊണ്ടോ അല്ലെങ്കിൽ വ്യാജ ഗുരുക്കന്മാരെ കൊണ്ടോ നിങ്ങൾക്ക് ഈ ഒരു ശാന്തത ലഭിക്കില്ല എന്നാണ്. കൃത്യമായ വഴി കാണിച്ചു തരാൻ യഥാർത്ഥ ഗുരുവിനെ കണ്ടെത്തുക എന്നതാണ് അവിടെ പ്രധാനം. അവിടെ യഥാർത്ഥ ഗുരു നിങ്ങളെ പുതിയതായി ഒന്നും പഠിപ്പിക്കുകയല്ല ചെയ്യുന്നത്. അപ്പൊ പിന്നെ എന്താണ് ചെയ്യുന്നത്? അതായത് നിശബ്ദനായിരിക്കാൻ നിങ്ങളെ സഹായിക്കാൻ മാത്രമാണ് യഥാർത്ഥ ഗുരു ചെയ്യുന്നത്. ഈ ജന്മത്തിൽ തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്നും മോചനം നേടാൻ സാധിക്കുമെന്ന വലിയൊരു ഉറപ്പാണ് അദ്ദേഹം നൽകുന്നത്. അതും കഠിനമായ ധ്യാനമുറകളോ ശാരീരിക പീഡകളോ ഇല്ലാതെ തന്നെ. എളുപ്പ വഴിയാണല്ലോ പാപ്പാജിയുടെ ഗുരു അദ്ദേഹത്തിന് പകർന്നു നൽകിയത്. മനസ്സിനെ പെട്ടെന്ന് ശാന്തമാക്കാനുള്ള ഒരൊറ്റ വിദ്യ. അതായത് വെറുമൊരു ചോദ്യം, നിങ്ങൾ ആരാണ് അല്ലെങ്കിൽ ഞാൻ ആര് എന്ന് സ്വയം ചോദിക്കുക. അതെ, ഇത് കേൾക്കുമ്പോൾ വളരെ ലളിതമായ അല്ലെങ്കിൽ ഒരു പക്ഷേ അർത്ഥശൂന്യമായ ഒരു ചോദ്യമായി പുറമേക്ക് തോന്നാം. എന്നാൽ ഈ ഒരു ചോദ്യം മനുഷ്യന്റെ ബോധതലത്തിൽ ഉണ്ടാക്കുന്ന മാറ്റം വളരെ വലുതാണ്. ഈ ഒരു ചോദ്യത്തിന്റെ പ്രവർത്തന രീതി എനിക്ക് തോന്നുന്നത് ഒരു വലിയ മരം വെട്ടുന്നത് പോലെയാണെന്നാണ്. നമ്മളെ മനസ്സിനെ ശാന്തമാക്കാൻ ശ്രമിക്കുന്ന മറ്റു പല രീതികളും ഒന്ന് ശ്രദ്ധിച്ചാൽ അവയൊക്കെ ഒരു മരത്തിന്റെ ഇലകളും ചില്ലകളും മാത്രം വെട്ടിമാറ്റാൻ ശ്രമിക്കുന്നതിന് സമാനമാണ്. കൃത്യമായ ഒരു താരതമ്യമാണത്, അല്ലേ? ഇലകളെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ദൈനംദിന ചിന്തകളെയാണ്. നാളത്തെ വാടക കൊടുക്കുന്ന കാര്യം, അല്ലെങ്കിൽ ഓഫീസിലെ മീറ്റിംഗ്, ഇൻബോക്സിലെ ഇമെയിലുകൾ, അല്ലെങ്കിൽ ആരോ പറഞ്ഞൊരു മോശം വാക്ക്, ഇവയൊക്കെ നമ്മൾ ധ്യാനത്തിലൂടെയോ മറ്റു വിനോദങ്ങളിലൂടെയോ താൽക്കാലികമായി മറക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ ചില്ലകൾ വെട്ടിയാലും മരം വീണ്ടും തളിർക്കും, വീണ്ടും പുതിയ ചിന്തകൾ വരും. അതെ അതെ, പുതിയ ഇലകൾ വന്നുകൊണ്ടേയിരിക്കും. ആ വേരാണ് ഞാൻ എന്ന നമ്മുടെ അഹംബോധം അഥവാ ഈഗോ.
ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഒറ്റ വെട്ടിന് ആ മരം കടപുഴകയാണ് ചെയ്യുന്നത്. ഇതല്ലേ ശരിക്കും അവിടെ സംഭവിക്കുന്നത്? തീർച്ചയായും ആ മരത്തിന്റെ ഉദാഹരണം ഇതിനെ വളരെ കൃത്യമായി തന്നെ വിശദീകരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ ചോദ്യം വേരിന് അറുത്തു മാറ്റുന്നതെന്നതിന്റെ മനഃശാസ്ത്രം നമ്മൾ ഇവിടെ മനസ്സിലാക്കണം. നമ്മൾ എപ്പോഴും ഒരു പ്രശ്നത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഉദാഹരണത്തിന് എനിക്ക് ഓഫീസിൽ പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ എനിക്ക് വലിയ സങ്കടമുണ്ട്, അതുമല്ലെങ്കിൽ എന്നെ അവർ അപമാനിച്ചു എന്ന് ചിന്തിക്കുമ്പോൾ അവിടെയെല്ലാം ആ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരു ഞാനുണ്ടല്ലോ. അതെ, ആ ഞാനാണ് എപ്പോഴും മുൻപിൽ നിൽക്കുന്നത്. അതെ, എല്ലാ ഉത്കണ്ഠകളുടെയും കേന്ദ്ര ബിന്ദു ഈ ഞാനാണ്. നമ്മുടെ ഈഗോ നിലനിൽക്കുന്നത് തന്നെ ഇത്തരം പ്രശ്നങ്ങളിലൂടെയാണ്. എന്നാൽ ഈ ഞാൻ എവിടെ നിന്നാണ് വരുന്നത്, എന്താണ് അതിന്റെ ഉറവിടം എന്ന് നമ്മൾ സ്വയം ചോദിക്കുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ യുക്തി ചിന്തകൾ പെട്ടെന്ന് സ്തംഭിച്ചു പോകും. ഓ, അതായത് നമ്മുടെ തലച്ചോറിന് അവിടെ കൃത്യമായ ഒരു ഉത്തരം നൽകാൻ കഴിയില്ല അല്ലേ? കൃത്യമായി പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടറിൽ ലോജിക് എറർ വരുമ്പോൾ അതങ്ങ് ഹാങ് ആയില്ലേ, അതുപോലെ നമ്മുടെ ചിന്തകൾ അവിടെ നിശ്ചലമാകുന്നു. അവിടെ നമ്മൾ വേറെ യാതൊരു പരിശ്രമവും നടത്തുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ കാര്യം. ആ ഒരൊറ്റ ചോദ്യത്തിൽ ചിന്തകൾ ഇല്ലാതാകുകയും നിങ്ങൾ ആ നിമിഷം തന്നെ സ്വതന്ത്രനാകുകയും ചെയ്യുന്നു. ഒരു മിനിറ്റ്, അപ്പൊ ബാഹ്യമായ ലോകത്താണ് ശബ്ദങ്ങളും അസ്വസ്ഥതകളും ഉള്ളത്, നമ്മുടെ ഉള്ളിൽ സ്വാഭാവികമായും ആ നിശബ്ദത മാത്രമാണുള്ളത് എന്നാണോ? അതെ അതെ, നമ്മളത് കണ്ടെത്തുന്നില്ല എന്ന് മാത്രം. നമ്മുടെ ഉള്ളിൽ തന്നെ എപ്പോഴുമുള്ള ആ നിശബ്ദതയെ ഒന്ന് തൊട്ടുണർത്തുക മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതിനായി ഹിമാലയത്തിൽ പോയി തപസ്സിരിക്കുകയോ എന്തെങ്കിലും അമാനുഷികമായ കഴിവുകൾ നേടുകയോ വേണ്ട എന്നത് നിങ്ങൾക്കൊരു വലിയ ആശ്വാസം തന്നെയാണ് നൽകുന്നത്. അതെ, പാപ്പാജി ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു പ്രധാന കാര്യം ബുദ്ധന്റെ ജീവിതമാണ്. ബുദ്ധൻ വെറുമൊരു സാധാരണ മനുഷ്യനായിരുന്നു. ഒരു മരച്ചുവട്ടിൽ പോയിരുന്ന് ബോധോദയം തേടുന്നതിന് മുൻപ് അദ്ദേഹം ഒരു രാജ്യത്തിന്റെ അവകാശിയായിരുന്നു. ഭാര്യയും മകനുമൊത്ത് ഒരു സാധാരണ രാജകുമാരന്റെ ജീവിതം നയിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് കൊമ്പുകളോ എക്സ്ട്രാ പവറോ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇല്ലില്ല. ശ്രീബുദ്ധനോ രമണ മഹർഷിയോ യാജ്ഞവൽക്കനോ ഒക്കെ അതുപോലുള്ള സാധാരണ മനുഷ്യരായിരുന്നു എന്ന വലിയ സത്യമാണ് പലപ്പോഴും നമ്മൾ മറന്നുപോകുന്നത്. എന്നിട്ടും 2600 വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവരെ പോലെ കൂടുതൽ ആളുകളെ സൃഷ്ടിക്കാൻ ഈ പ്രപഞ്ചത്തിന് കഴിയുന്നില്ല എന്നത് വലിയൊരു അത്ഭുതമാണ്. സത്യത്തിൽ നിങ്ങളുടെ ഹൃദയം തന്നെയാണ് ബുദ്ധൻ. നിങ്ങൾ നിങ്ങളെ തന്നെ എന്തിനാണ് കുറച്ചു കാണുന്നത്? നിങ്ങൾക്ക് ഈ നിമിഷം തന്നെ സ്വന്തം ഉള്ളിലേക്ക് നോക്കി ഈ ശാന്തത കണ്ടെത്താൻ കഴിയും എന്നാണ് പാപ്പാജി ഓർമ്മിപ്പിക്കുന്നത്. അതായത് നമ്മളെല്ലാവരും ബുദ്ധന്മാരാണ്, നമ്മൾ അത് തിരിച്ചറിയുന്നില്ല എന്ന് മാത്രം അല്ലേ? അതെ, കൃത്യമായി പറഞ്ഞാൽ അതാണ് സത്യം. ഒരു മിനിറ്റ്, അവിടെ എനിക്കൊരു വലിയ സംശയമുണ്ട്. എല്ലാവരും ഉള്ളിന്റെ ഉള്ളിൽ ബുദ്ധന്മാരാണെന്നും ഇത് കണ്ടെത്താൻ ഇത്രയും എളുപ്പമാണെന്നും പറയുമ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം ഉയരും. എങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് മനുഷ്യ ചരിത്രത്തിൽ വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രം ആ ശാന്തത നേടിയത്? നമ്മളിൽ പലരും വർഷങ്ങളായി യോഗ ചെയ്യുന്നു, മെഡിറ്റേഷൻ ചെയ്യുന്നു, എന്നിട്ടും ബാക്കിയുള്ള കോടിക്കണക്കിന് ആളുകൾക്ക് എന്തുകൊണ്ട് ഇത് സാധിക്കുന്നില്ല? ഇത് കേൾക്കാൻ സുഖമുള്ള വെറുമൊരു തിയറി മാത്രമാണോ? അത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. എന്തുകൊണ്ടാണ് എല്ലാവർക്കും ഇത് സാധിക്കാത്തത് എന്നതിന് മനുഷ്യന്റെ അടിസ്ഥാനപരമായ ഒരു മനോഭാവമാണ് പ്രധാന കാരണം. നമ്മൾ മനുഷ്യർ എപ്പോഴും എന്തെങ്കിലും ആയി തീരാൻ അഥവാ ബിക്കമിങ് എന്ന പ്രക്രിയയിലാണ്. നിങ്ങൾക്ക് ചുറ്റുമൊന്ന് നോക്കൂ, നമ്മളെപ്പോഴും ഒരു ഓട്ടത്തിലാണല്ലോ. ഒരു പ്രൊമോഷൻ കിട്ടി മാനേജർ ആകണം, കൂടുതൽ വലിയ വീടിന്റെ ഉടമസ്ഥനാകണം, മികച്ച ഒരു പങ്കാളിയാകണം, അല്ലെങ്കിൽ കൂടുതൽ ആത്മീയനായ ഒരാളാകണം. അതെ, നമ്മൾ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ആകാനുള്ള ശ്രമത്തിലാണ്. എന്തിന്? നമ്മൾ ധ്യാനിക്കാനിരിക്കുമ്പോൾ പോലും കൂടുതൽ ശാന്തനായ ഒരാളായി തീരണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഈ ആയിത്തീരൽ എന്ന് പറയുന്നത് ഒരു ഭാവി ലക്ഷ്യമാണ്. അതെപ്പോഴും നാളെക്കുറിച്ചാണ്. എന്നാൽ യഥാർത്ഥ സ്വാതന്ത്ര്യം എന്നത് ഈ ആയിത്തീരലല്ല, മറിച്ച് ഈ നിമിഷത്തിൽ ഉള്ളതുപോലെ നിലനിൽക്കലാണ്, അഥവാ ബീയിങ് ആണ്. അതായത് ഈ ആയിത്തീരാനുള്ള നിരന്തരമായ ശ്രമമാണ് യഥാർത്ഥത്തിൽ നമ്മെ തളർത്തുന്നത് എന്നാണോ പറയുന്നത്? ഇന്നത്തെ കാലത്ത് ഒരു വിദ്യാർത്ഥിക്ക് നല്ല മാർക്ക് വാങ്ങുന്ന ആളാകണം, ജോലിക്കാരന് മികച്ച പെർഫോമർ ആകണം. അങ്ങനെ എപ്പോഴും നമ്മളല്ലാത്ത എന്തോ ഒന്നായി മാറാനുള്ള നെട്ടോട്ടത്തിലാണ്. ഈ ഓട്ടത്തിനിടയിൽ എവിടെയാണ് ശാന്തമായിരിക്കാൻ സമയം ലഭിക്കുന്നത് അല്ലേ? ആ ഓട്ടം തന്നെയാണ് അടിസ്ഥാന പ്രശ്നവും.
പാപ്പാജി വളരെ വ്യക്തമായി പറയുന്നുണ്ട്, നമ്മൾ ഇതിനകം തന്നെ പല ജന്മങ്ങളിലൂടെ പലതുമായി കഴിഞ്ഞു എന്ന്. മനുഷ്യനായി ജനിച്ച നമ്മൾ ഇനി പുതിയതായി ഒന്നും ആകേണ്ടതില്ല. ഈ മെച്ചപ്പെടാനുള്ള ഭാരം മുഴുവൻ ചുമലിലേറ്റി നടക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇത്രയേറെ ക്ഷീണിതരായിരിക്കുന്നത്. നമ്മൾ എപ്പോഴും എന്തെങ്കിലും ആകാനുള്ള തയ്യാറെടുപ്പിലാണ്, ഒരിക്കലും നമ്മൾ ആയിരിക്കുന്നില്ല. ശരിയാണ്. ഇനി നിങ്ങളുടെ ഹൃദയത്തിനും ആത്മാവിനും കുറച്ചു വിശ്രമം നൽകുക, വെറുതെ ആയിരിക്കുക. ആ ബീയിങ് എന്ന അവസ്ഥയിൽ മാത്രമേ യഥാർത്ഥ നിശബ്ദത കണ്ടെത്താൻ കഴിയൂ. എല്ലാം മാറ്റിവെച്ച് ഇനി ഞാൻ ഒന്നും ആകുന്നില്ല, വെറുതെ ഇരിക്കാൻ പോവുകയാണെന്ന് തീരുമാനിച്ചാൽ തന്നെയും പുതിയ പ്രശ്നങ്ങൾ വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ സ്വയം ശാന്തരായിരിക്കാൻ ശ്രമിച്ചാലും പുറത്തു നിന്നുള്ള ചില കാര്യങ്ങൾ നമ്മെ വല്ലാതെ അസ്വസ്ഥരാക്കും. അതിൽ എന്തുകൊണ്ടാണെന്ന് പാപ്പാജി വളരെ മനോഹരമായ ഒരു രൂപകത്തിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. ആ തടാകത്തിന്റെ ഉദാഹരണം അല്ലേ? അതെ, നമ്മുടെ മനസ്സ് ഒരു വലിയ തടാകം പോലെയാണ്. തികച്ചും തെളിഞ്ഞ ശാന്തമായ ഒരു തടാകം. അതിലേക്ക് ആരെങ്കിലും കല്ലെറിയുമ്പോൾ മാത്രമാണ് അതിൽ ഓളങ്ങൾ ഉണ്ടാകുന്നതും അത് അസ്വസ്ഥമാകുന്നതും. ഈ കല്ലുകൾ എവിടെ നിന്നാണ് വരുന്നതെന്നതാണ് ഏറ്റവും ചിന്തിക്കേണ്ട വിഷയം. അത് അജ്ഞാതരായ വഴിപോക്കരല്ല എറിയുന്നത്, വളരെ അടുത്ത ബന്ധങ്ങളിൽ നിന്നാണ്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരിൽ നിന്നാണ് ആ കല്ലേറുകൾ ഉണ്ടാവുന്നത്. ശരിയാണ്. ഈ ലോകത്തുള്ള അപരിചിതരായ ആളുകളൊന്നും നിങ്ങളുടെ സമാധാനം കെടുത്തുന്നില്ല എന്നത് വലിയൊരു സത്യമാണ്. നിങ്ങളുടെ മാനസികമായ ഈ അസ്വസ്ഥതകൾ എവിടെ നിന്നാണ് വരുന്നത് എന്ന് അന്വേഷിച്ചു പോയാൽ അത് കൃത്യമായും ചെന്നെത്തുന്നത് നമ്മുടെ കഴിഞ്ഞകാല ബന്ധങ്ങളിലായിരിക്കും. നമ്മൾ വൈകാരികമായി ഏറ്റവും കൂടുതൽ അടുപ്പം കാണിച്ചിരുന്നവരാണ് ആ കല്ലുകൾ എറിയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രത്തോളം പെട്ടെന്ന് പ്രതികരിക്കുന്നതും അസ്വസ്ഥരാകുന്നതും അല്ലേ? അതെ, ഒരു അപരിചിതൻ നിങ്ങളെ വിമർശിക്കുന്നതും നിങ്ങളുടെ സ്വന്തം കുടുംബാംഗമോ അല്ലെങ്കിൽ പഴയ പങ്കാളിയോ അയക്കുന്ന ഒരു മെസ്സേജ് നിങ്ങളെ തകർക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് നോക്കൂ. അവിടെയാണ് മാനസിക സംഘർഷങ്ങളുടെ യഥാർത്ഥ കാരണം കിടക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇതൊരു ചൂടുള്ള അടുപ്പിൽ തൊടുന്നതിന് സമാനമാണ് എന്ന് ഞാൻ പറയും. നമ്മളൊരു അടുപ്പിൽ തൊടുന്നു, കൈ വല്ലാതെ പൊള്ളുന്നു, വേദന കാരണം നമ്മൾ കരയുന്നു. പക്ഷെ ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ കുറച്ചു കഴിയുമ്പോൾ നമ്മൾ ആ വേദന മറന്നുപോയിട്ട് വീണ്ടും അതേ അടുപ്പിൽ തന്നെ പോയി തൊടുന്നു, വീണ്ടും പൊള്ളുന്നു. അതെ, വളരെ ശരിയാണ്. ഇതിന് സമാനമാണത്. ലക്ഷക്കണക്കിന് വർഷങ്ങളായി മനുഷ്യർ ഒരേ കല്ലുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും ഏറുവാങ്ങുന്നു. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നമ്മെ വേദനിപ്പിച്ച അതേ വൈകാരിക ബന്ധങ്ങളിലേക്ക് തന്നെ നമ്മൾ വീണ്ടും വീണ്ടും തിരിച്ചു പോവുകയും പഴയതുപോലെ തന്നെ വീണ്ടും അസ്വസ്ഥരാവുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും മണ്ടന്മാരാകുന്നത്? അടുപ്പിന്റെ ഉദാഹരണം മനുഷ്യന്റെ വൈകാരികമായ അന്ധതയെ കൃത്യമായി വരച്ചു കാണിക്കുന്നുണ്ട് കേട്ടോ. മുൻകാല ബന്ധങ്ങളും അതിലെ വൈകാരികമായ ഒട്ടിച്ചേരലുകളും മാത്രമാണ് മനുഷ്യന്റെ സമാധാനം കെടുത്തുന്ന ഏക കാരണമെന്ന് പാപ്പാജി ഉറപ്പിച്ചു പറയുന്നുണ്ട്. നമ്മൾ ആ അടുപ്പിൽ വീണ്ടും വീണ്ടും തൊടുന്നത് ആ ബന്ധങ്ങളിൽ നിന്ന് നമുക്ക് എപ്പോഴെങ്കിലും ഒരു സമാധാനം കിട്ടുമെന്നോ അല്ലെങ്കിൽ അതെങ്ങനെയെങ്കിലും പരിഹരിക്കാമെന്നോ നമ്മുടെ ഈഗോ നമ്മെ വിശ്വസിപ്പിക്കുന്നത് കൊണ്ടാണ്. ആ ഈഗോയാണ് അവിടെയും പ്രശ്നമുണ്ടാക്കുന്നതല്ലേ? അതെ. എന്നാൽ ഈ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മെ വേദനിപ്പിക്കാൻ വരുന്ന ആ കല്ലേറുകളെ നമുക്ക് കൂടുതൽ വ്യക്തതയോടെ കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ സ്വാഭാവികമായും ഒരു പ്രതിരോധം തീർക്കും. ആ കല്ലേറുകൾക്ക് മുന്നിൽ പ്രകോപിതരാവാതെ, പ്രതികരിക്കാതെ നിശബ്ദരായിരിക്കാൻ നമുക്ക് സാധിക്കും. ആ നിശബ്ദതയാണ് ഏറ്റവും വലിയ പ്രതിരോധം. നിശബ്ദതയെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങളുടെ മുൻപിലേക്ക് പാപ്പാജി വളരെ വലിയ എന്നാൽ ലളിതമായ ഒരു വെല്ലുവിളി വെക്കുന്നുണ്ട്. ശരാശരി 80 വർഷം ജീവിക്കുന്ന ഒരാൾക്ക് തന്റെ ജീവിതത്തിൽ ഒരു വർഷത്തിൽ വെറും 1 സെക്കൻഡ് വീതം ആകെ 80 സെക്കൻഡ് പൂർണ്ണമായും നിശബ്ദനായിരിക്കാൻ കഴിയുമോ? അതായത് എല്ലാ വർഷവും ജനുവരി 1-ന് പുതിയ വർഷം തുടങ്ങുമ്പോൾ വെറും 1 സെക്കൻഡ് നേരം യാതൊരു ചിന്തകളുമില്ലാതെ ശൂന്യമായിരിക്കുക. കേൾക്കുമ്പോൾ നിസ്സാരമാണെന്ന് തോന്നും, പക്ഷേ അതിനു പോലും മനുഷ്യർക്ക് സാധിക്കുന്നില്ല എന്നതാണ് സത്യം. ഭൂമിയിലെ 600 കോടി ജനങ്ങളിൽ വിരലിൽ എണ്ണാവുന്നവർക്ക് മാത്രമേ ഇതിന് കഴിയൂ എന്നത് എത്രമാത്രം ഞെട്ടിക്കുന്ന കാര്യമാണ്. സത്യത്തിൽ നമ്മൾ ആർക്കു വേണ്ടിയാണ് ഈ ജീവിതം ജീവിച്ചു തീർക്കുന്നത്? ഒരു വർഷത്തിൽ ഒരൊറ്റ സെക്കൻഡ് പോലും സ്വന്തമായി മാറ്റിവെക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്താണ് നേടുന്നത്? ശരിയാണ്.
ആ വെല്ലുവിളി വളരെ വലുതാണ്. സ്വന്തം ജീവിതത്തിൽ ഒരു സെക്കൻഡ് പോലും ശാന്തത കണ്ടെത്താൻ കഴിയാത്ത മനുഷ്യരാണ് ഞാൻ അസ്വസ്ഥനാണ്, എനിക്ക് ഭയങ്കര സ്ട്രെസ്സാണ് എന്നൊക്കെ വളരെ അഭിമാനത്തോടെ പറഞ്ഞു നടക്കുന്നത്. സമൂഹവും അതൊരു നോർമൽ കാര്യമായി അംഗീകരിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇതിന്റെ ഭവിഷ്യത്ത് നമ്മൾ വ്യക്തിപരമായി മാത്രമല്ല അനുഭവിക്കുന്നത്. അതെങ്ങനെയാണ്? ഞാൻ ശാന്തനല്ല അല്ലെങ്കിൽ ഞാൻ അസ്വസ്ഥനാണ് എന്നൊരാൾ ചിന്തിക്കുകയോ പറയുകയോ ചെയ്യുമ്പോൾ ലോകം മുഴുവൻ അദൃശ്യമായ പ്രകമ്പനങ്ങൾ, അതായത് വൈബ്രേഷൻസ് സൃഷ്ടിക്കപ്പെടുന്നു എന്നാണ് പാപ്പാജി പറയുന്നത്. ആ നെഗറ്റീവ് ഊർജം പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവജാലങ്ങളെയും അലോസരപ്പെടുത്തുന്നു. നമ്മൾ പ്രപഞ്ചത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണത്. ഒരു നിമിഷം അവിടെ ഞാൻ ശക്തമായി വിയോജിക്കുകയാണ്. എൻ്റെ വ്യക്തിപരമായ സങ്കടമോ അല്ലെങ്കിൽ ട്രാഫിക്കിൽ കിടക്കുമ്പോഴുണ്ടാകുന്ന എൻ്റെ ദേഷ്യമോ എങ്ങനെയാണ് ലോകത്തെ മുഴുവൻ ബാധിക്കുന്നത്? അദ്ദേഹം പറയുന്നത് മരണസമയത്ത് ഈ നെഗറ്റീവ് വാക്കുകൾ ഒരു രാക്ഷസനായി രൂപം പ്രാപിച്ച് നമ്മളെ ആക്രമിക്കുകയും നമ്മുടെ അടുത്ത ജന്മം തീരുമാനിക്കുകയും ചെയ്യുമെന്നാണല്ലോ. ഇത് വളരെ വലിയൊരു അതിശയോക്തിയല്ലേ? ജോലിസ്ഥലത്ത് എനിക്ക് മോശം ദിവസം ഉണ്ടായതിന് ഞാൻ പ്രപഞ്ചത്തെ മുഴുവൻ മലിനമാക്കുന്ന ഒരു രാക്ഷസനെ സൃഷ്ടിക്കുന്നു എന്ന് പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. ഇതൊരു ഭയപ്പെടുത്തൽ മാത്രമല്ലേ? അങ്ങനെ തോന്നാം. ഇതൊരു അതിശയോക്തിയായി തോന്നാം, പ്രത്യേകിച്ച് രാക്ഷസൻ എന്ന വാക്ക് കേൾക്കുമ്പോൾ. അതൊരു മിത്തോളജിക്കൽ കഥ പോലെ തോന്നും. എന്നാൽ പാപ്പാജി ഇവിടെ ഉപയോഗിക്കുന്ന ഈ വാക്കിന്റെ മനഃശാസ്ത്രപരമായ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹം ഒരു രാക്ഷസൻ എന്ന് പറയുന്നത് ഒരു ഭീകര ജീവിയെ അല്ല, മറിച്ച് നമ്മുടെ തന്നെ നിയന്ത്രണം വിട്ടുപോയ നെഗറ്റീവ് ഊർജത്തെയാണ്. ഓ, ആ നെഗറ്റീവ് ഊർജം. അതെ. ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ ഓഫീസിൽ നിന്ന് വലിയ ദേഷ്യത്തോടെയും അസ്വസ്ഥതയോടെയുമാണ് വീട്ടിലേക്ക് വരുന്നതെങ്കിൽ അവിടെ നിങ്ങളുടെ പങ്കാളിയോടോ കുട്ടികളോടോ നിങ്ങൾ എങ്ങനെയായിരിക്കും ഇടപെടുക? സ്വാഭാവികമായും വലിയ ദേഷ്യത്തിലായിരിക്കും. നിങ്ങളുടെ ആ ഒരു മാനസികാവസ്ഥ ആ വീടിന്റെ മുഴുവൻ അന്തരീക്ഷത്തെയും മോശമാക്കും. അവർ മറ്റുള്ളവരോടും അതുപോലെ പെരുമാറും. ഇതൊരു ശൃംഖല പോലെ പടരുകയാണ്. അത് ശരിയാണ്. ആ ദൃശ്യം അങ്ങനെ കൈമാറിപ്പോകും. നമ്മുടെ ചിന്തകൾക്ക് മേൽ നമുക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട് എന്ന് അദ്ദേഹം ഊന്നി പറയുന്നത്. ഓക്കെ, അങ്ങനെ ചിന്തിക്കുമ്പോൾ അതൊരു വലിയ സത്യമാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ ദേഷ്യം മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കാറുണ്ടല്ലോ. അപ്പോൾ പാപ്പാജി പറയുന്നതിന്റെ അർത്ഥം ഇതാണ്: നിങ്ങൾക്ക് ഈ ലോകത്തെ മുഴുവൻ സ്നേഹിക്കാനോ എല്ലാവർക്കും നന്മ ചെയ്യാനോ കഴിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. മറ്റുള്ളവർക്ക് ദോഷം ചെയ്യാതിരിക്കാനെങ്കിലും നിശബ്ദത പാലിക്കുക. നിങ്ങളുടെ ഉള്ളിലെ ആ അസ്വസ്ഥതകൾ ഒരു പ്രകമ്പനമായി മാറി ഈ ചുറ്റുമുള്ളവരെ മുഴുവൻ അലോസരപ്പെടുത്താതിരിക്കാൻ നിങ്ങളുടെ ആ നിശബ്ദത സഹായിക്കും. തീർച്ചയായും നമ്മൾ അത് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ രാവിലെ ഉണരുമ്പോൾ തന്നെ നമ്മുടെ ചിന്തകൾ വളരെ ശുദ്ധമായിരിക്കണം. കാരണം നമ്മൾ പുറപ്പെടുവിക്കുന്ന ഓരോ ചിന്തയും ലോകം മുഴുവൻ സഞ്ചരിക്കുന്ന പ്രകമ്പനങ്ങളാണ്. എനിക്ക് സമാധാനമില്ല, എൻ്റെ ജീവിതം തകർന്നു എന്ന് നിരന്തരം പരാതിപ്പെടുന്നതിന് പകരം അല്പനേരം നിശബ്ദമായിരിക്കാൻ കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾ ജീവിക്കുന്ന ഈ പരിസ്ഥിതിക്ക് മുഴുവൻ ചെയ്യുന്ന വലിയൊരു ഉപകാരമായിരിക്കും. ആ രാക്ഷസനെ നിങ്ങൾ അവിടെ തന്നെ ഇല്ലാതാക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ അന്വേഷണം വളരെ പ്രധാനപ്പെട്ട ചില പുതിയ തിരിച്ചറിവുകളിലൂടെയാണ് കടന്നുപോയത്. മനസ്സിനെ ശാന്തമാക്കാൻ എന്ത് ചെയ്യണം എന്നതിനേക്കാൾ ഉപരി ചിന്തകളെ അതിന്റെ വേരിൽ വെച്ച് തന്നെ ഞാൻ ആരെ എന്ന ഒറ്റ ചോദ്യത്തിലൂടെ എങ്ങനെ ഇല്ലാതാക്കാമെന്ന് നമ്മൾ കണ്ടു. ഒരു തെളിഞ്ഞ തടാകം പോലെയുള്ള നമ്മുടെ മനസ്സിലേക്ക് അനാവശ്യമായ കല്ലുകൾ എറിയുന്നത് നമ്മുടെ തന്നെ പ്രിയപ്പെട്ടവരും പഴയകാല ബന്ധങ്ങളുമാണെന്നും ആ അടുപ്പിൽ പോയി വീണ്ടും വീണ്ടും തൊടുന്ന ശീലം നമ്മൾ നിർത്തണമെന്നും നമ്മൾ തിരിച്ചറിഞ്ഞു. അതെ, വളരെ കൃത്യമായ കാര്യങ്ങൾ. അതുപോലെ ഏറ്റവും പ്രധാനമായി നമ്മുടെ ഓരോ അസ്വസ്ഥതകളും ദേഷ്യവും നമ്മളിൽ മാത്രം ഒതുങ്ങുന്നില്ലെന്നും അത് നമ്മുടെ ചുറ്റുമുള്ളവരുടെയും ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ സമാധാനത്തെയും എങ്ങനെ ബാധിക്കുന്നുവെന്നും നമ്മൾ മനസ്സിലാക്കിയല്ലേ? അതെ, ശാന്തത തേടി ലോകം മുഴുവൻ അലയുന്നതിന് പകരം ആ ശാന്തത നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടെന്നും ഇനിയൊന്നും പുതുതായി ആയിത്തീരേണ്ടതില്ലെന്നും ഉള്ള തിരിച്ചറിവാണ് ഇവിടെ നിന്ന് നിങ്ങൾക്ക് ലഭിക്കേണ്ടത്. ഈ അറിവ് കേവലം കേട്ടു മറക്കാനുള്ളതല്ല, മറിച്ച് ദൈനംദിന ജീവിതത്തിൽ പ്രായോഗികമായി ഉപയോഗിക്കേണ്ടതാണ്. അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത് ഇതാണ്: പാപ്പാജി വെല്ലുവിളിച്ചതുപോലെ അടുത്ത വർഷത്തെ ജനുവരി 1 നിങ്ങൾ കാത്തിരിക്കേണ്ടതില്ല. ഇന്ന് തന്നെ, അല്ലെങ്കിൽ ഈ നിമിഷം തന്നെ ഒരൊറ്റ സെക്കൻഡ് പൂർണ്ണമായും നിശബ്ദരായിരിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് സ്വയം ഒന്ന് ചോദിച്ചു നോക്കൂ. ഫോൺ മാറ്റിവെച്ച്, ചിന്തകൾ മാറ്റിവെച്ച് വെറുമൊരു സെക്കൻഡ്. അങ്ങനെ കഴിയുമെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയൊരു മാറ്റത്തിന്റെ തുടക്കമായിരിക്കും. തീർച്ചയായും വലിയൊരു മാറ്റമായിരിക്കും അത്. എന്നാൽ
ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ മനസ്സിലേക്ക് ഞാനൊരു പുതിയ ചിന്ത കൂടി ഇട്ടുതരികയാണ്. ഇത്രയും നേരം നമ്മൾ മനസ്സിനെ ശാന്തമാക്കുന്നതിനെ കുറിച്ചാണല്ലോ സംസാരിച്ചത്. എന്നാൽ ഒന്ന് ആലോചിച്ചു നോക്കൂ, നമ്മളെപ്പോഴും നമ്മെ തന്നെ മെച്ചപ്പെടുത്താൻ വേണ്ടി നടത്തുന്ന ഈ തുടർച്ചയായ ഓട്ടവും ഒന്നിനു പുറകെ ഒന്നായി പുതിയ ലക്ഷ്യങ്ങൾ തേടിയുള്ള പരിശ്രമങ്ങളും തന്നെയല്ലേ യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിനെ ശാന്തമാകുന്നതിൽ നിന്ന് തടയുന്ന ഏറ്റവും വലിയ ശബ്ദം. നമ്മൾ ഈ വായിക്കുന്ന സെൽഫ് ഹെൽപ്പ് പുസ്തകങ്ങളും മോട്ടിവേഷൻ ക്ലാസ്സുകളുമെല്ലാം നമ്മെ കൂടുതൽ അസ്വസ്ഥരാക്കുകയല്ലേ ചെയ്യുന്നത്. ആ വലിയ ശബ്ദത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ആഴത്തിൽ ആലോചിച്ചു നോക്കൂ. ഈ ആഴത്തിലുള്ള വിശകലനം നമ്മൾ തുടരും. വീണ്ടും കാണാം.